കണ്ടിന്യൂ ചെയ്ത് പോകണം, അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. പക്ഷേ ഇവരെ ഇപ്പോൾ നമ്മളെ അറിയിച്ചത് ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ആ ആവശ്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ശക്തമായി കടന്നു കയറുക എന്നുള്ളതല്ല, അവരോട് ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യണം. അല്ല, നമ്മൾ നേരത്തെ തന്നെ ഇത്തരം ടെക്നോളജിക്കലി പ്രശ്നങ്ങൾ, കാരണം ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അതിന് ഏത് തരത്തിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ച് ഏത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. കാരണം വെയിറ്റിംഗ് അല്ലല്ലോ, അവിടെ തെളിയട്ടെ മഴ പോകട്ടെ എന്നല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണല്ലോ നമ്മളെപ്പോഴും നിൽക്കുക. അതുകൊണ്ട് എത്രയും വേഗം എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നിന്ന് പോയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും പറഞ്ഞ ടെക്നീഷ്യൻസ് വന്നതിന് ശേഷം സംവിധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നൊരു ആവശ്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കാരണം ജിതിനുൾപ്പെടെ ആവശ്യപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആ നിലയിൽ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം സ്വാഭാവികമായിട്ട് ഈ യോഗത്തിൽ ശക്തമായി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കർണാടക സ്റ്റേറ്റാണ്. അപ്പോൾ അവരുടെ ഡിസിഷനിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ആ ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത്. അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സംസാരിച്ചു. അവരുടെ ഒന്നും സേവനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയെ അവസാനിപ്പിച്ച് പോകുന്നതല്ല ആഗ്രഹിക്കുക. അദ്ദേഹം ചെയ്ത വർക്കിനെയുമൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്കുണ്ടായ ചില ആശങ്ക, ഇപ്പോൾ ഇവിടെ 2 ദിവസം മന്ത്രിമാരുൾപ്പെടെ വന്നു. 3 ദിവസമായിട്ട് 2 മന്ത്രിമാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ആ ക്യാമ്പ് ചെയ്തതിൻ്റെ ഭാഗമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഡ്രഡ്ജിങ് ഉണ്ട്, പാൻറ്റൂൺ ഉണ്ട്, അത്തരം ടഗ് ബോട്ട് ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും ആ സാധ്യതയൊന്നും ഇവിടെ എത്തപ്പെട്ടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. ആ ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള ഫോറസ്റ്റ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ നമ്മളിവിടുത്തെ അധികാരികളോട് വളരെ സജീവമായി ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ. ഒരു ഘട്ടത്തിലും നിങ്ങൾ അങ്ങനെയൊരു ചർച്ച പൊതുവിൽ രൂപപ്പെട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഒരു കാരണവശാലും നിർത്തി പോകരുത് എന്നുള്ളത് നമ്മളിന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ രാവിലെ എടുത്ത തീരുമാനം എന്താ, ഇത് അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിടത്താണ് ആ ഒരു ആശങ്ക പറഞ്ഞത്. ഇതൊരിക്കലും ഞാനിവിടെ ആവർത്തിക്കുന്നു, ഒരിക്കലും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളൊരു വിഷയത്തിലല്ല. ഇവിടെ MLA ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നതും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടതും ഇത് നിർത്താതെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ പ്രവർത്തനത്തെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാലാവസ്ഥാ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ ടെക്നോളജിയുണ്ട് ഏതറ്റം വരെയും. ഞാനിവിടെ പറയുന്നത് കേന്ദ്രമന്ത്രിക്കുൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. കാരണം നേവിയുടെ തന്നെ ഏറ്റവും വലിയ സേവനം ഏത് തരത്തിൽ ലഭിക്കും, ആ സേവനങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടി വേണമെന്നാണ്. പക്ഷേ ആ നിലയിലേക്കൊന്നും എത്താതെ കൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. നേരത്തെ എത്തുമെന്ന് പറഞ്ഞതുപോലും എത്താത്ത നിലയുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആശങ്കയുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആശങ്ക അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം ഇവിടുത്തെ അധികാരികളോട് ഈ യോഗത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഉൾപ്പെടെ അഭ്യർത്ഥിച്ചത് കണ്ടിന്യൂ ചെയ്യണം. ആ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അല്ല, അതിലൊരു സംശയമാണ്. ഞങ്ങൾ ആ യോഗത്തിൽ തന്നെ അറിയിച്ചു. നമ്മൾ അപ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറെ നമ്മൾ വിളിച്ചു. നമ്മൾ ഏത് സംവിധാനത്തിനും തയ്യാറാണ്. ഇവരോട് പറഞ്ഞു 24 hours മതിയല്ലോ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ. ആ യോഗത്തിൽ നമ്മളത് അറിയിച്ചു. പക്ഷെ അന്നേരം അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടെക്നീഷ്യൻ വരണം, ആ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്കതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ എന്ന രീതിയിലേക്കാണ്. അതിൻ്റെ ഫീസിബിലിറ്റി ടെക്നീഷ്യൻ വന്ന് ഇവിടുത്തെ ഫീസിബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഇവർ നമ്മളോട് മറുപടി തന്നത്. അതെ, നമ്മൾ ആവശ്യപ്പെട്ടത് അമിഷൻ കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടു. നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടു. വിജയൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ 3 MLA മാർ സ്ഥലത്തുള്ള സമയത്താണ് 3 മണിക്ക് അപ്രതീക്ഷിതമായി
ഇവിടുത്തെ MLA-യും കലക്ടറും പറഞ്ഞെന്നറിയുന്ന നിർത്തിയെന്നറിയുന്ന. പക്ഷെ മീറ്റിങ്ങിൽ അവരൊരിക്കലും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല. അവരാര് നിർത്താൻ പറഞ്ഞെന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങളേതായാലും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ജിതിൻ ഇവിടെയുണ്ട്. ജിതിൻ്റെ ഒരു ചോദ്യം നമ്മളെ വല്ലാണ്ട് കുഴക്കുന്നുണ്ട്. ജിതിൻ ചോദിക്കുന്ന ചോദ്യം, അർജുൻ ഇല്ലാണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നാളെയും തെരച്ചിൽ തുടരുന്നുണ്ട്. അപ്പോഴും ഇവിടെ കലക്ടർ വെക്കുന്നൊരു കാര്യം, ഞങ്ങൾക്ക് മുങ്ങാനുള്ള സംവിധാനം, 8 നോട്ട്സ് വെള്ളമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് സംവിധാനമില്ല. അതിനിടയിൽ അവർ പിന്നെ ഇതൊരു ചെറിയ കൺഫ്യൂഷൻ വന്ന് പിന്നെ തിരുച്ചി എന്നറിഞ്ഞിട്ട് അത് തൃശ്ശൂർ എന്ന് നമ്മൾ അറിഞ്ഞ ഉടനെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ജിതിന് CM-മായി ബന്ധപ്പെട്ടു, പിന്നെ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. നമ്മൾ എത്രയും വേഗതയിൽ PWD മിനിസ്റ്ററുമായി സംസാരിച്ചു. എത്രയും വേഗതയിൽ അങ്ങനെ ഇവർ ആവശ്യപ്പെടുന്നെങ്കിൽ അവരുദ്ദേശിക്കുന്നതിനേക്കാളും വേഗതയിൽ അതിവിടെ എത്തിക്കാനുള്ള ശ്രമം നമ്മളെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ല, നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അത് തൃശ്ശൂരാണ് എന്ന് പറഞ്ഞ, തൃച്ചിയല്ല തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് എത്തിക്കാൻ വിത്തിൻ 24 hours. കാരണം അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇവിടുത്തെ ജില്ലാ കളക്ടർ അവിടെ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടപടികളുണ്ട്. നിങ്ങളത് ചെയ്താൽ മതി. നമ്മൾ കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അത് 24 മണിക്കൂർ കൊണ്ട് എത്തിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. തൃശ്ശൂരിൽ നിന്ന് ഇവിടത്തേക്ക് അത്ര കിലോമീറ്ററാണ്, നമുക്ക് ചെയ്യാം. പക്ഷേ അന്നേരമാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം. കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ അവിടെയാണ് അനിശ്ചിതമായി, അവിടെയാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യ. ഞാനൊരു കാര്യം കൂടി അതിൽ ചോദിച്ചു. നമ്മൾ 13 ദിവസമായില്ലേ സർ, അപ്പോൾ അതിനിടയിൽ നമുക്കൊരു ഫീസിബിലിറ്റി പരിശോധിക്കാമായിരുന്നില്ലേ എന്നൊരു ഒരു ചോദ്യം കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെയാണ്, വളരെ സൗഹൃദപൂർവ്വം തന്നെയാണ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത്. ആ ഒരു റിക്വസ്റ്റ് കൂടി അവിടെ വെച്ചു. പക്ഷേ നമ്മൾ എത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് തരത്തിലും വിത്തിൻ 24 hours നമ്മൾ അതിൽ ഇടപെട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. കാരണം അത് നിന്നു പോകുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അവിടെയും ഒരു നമ്മുടെ ടെക്നീഷ്യനെ കൊണ്ടുവരാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള സംവിധാനം, അതായത് നമ്മളെ ഒരു ഫ്ലോട്ടിംഗ് JCB ആണ്, നമ്മൾ ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി മോഡൽ ആ സംവിധാനമാണ് ഇവർ പറയുന്നത്. അല്ല, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പ്രശ്നമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ ഡ്രഡ്ജിങ് അത് ഫലപ്രദമായില്ല, പാൻറ്റൂൺ ഫലപ്രദമായില്ല, ടഗ് ബോട്ട് കാരണം ഫലപ്രദമായില്ല എന്ന് പറയാൻ കാരണം ഇതൊന്നും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തിയില്ല, അതിനെ ഫലപ്രദമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സംവിധാനം ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇത് പറയുമ്പോൾ ഞങ്ങൾ വിത്തിൻ 24 hours എത്തിക്കാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നു വീണ്ടും ടെക്നീഷ്യൻ വന്ന് നോക്കട്ടെ എന്നാണ്. അവിടെയും നിന്നു പോകുന്നു ആ പുഴയിലുള്ള സെർച്ചിങ്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറയാൻ നമ്മൾ നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പുഴയിലാണല്ലോ നമ്മുടെ പോയിന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഏതായാലും ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ പറയുന്നു പുഴയിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരയിൽ നമ്മൾ വെറുതെ നിൽക്കുന്നത് കൊണ്ട് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതായത് പതിയെ ഇത് നിന്നു പോകുന്നു എന്നതിലേക്കുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴും ഉള്ളത്. അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പുഴയുടെ തെരച്ചിൽ നിർത്തുമെന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചത്. അവിടെയാണ് നമ്മുടെ ആശങ്ക പറയുന്നത്. ഇത് നിർത്തിപ്പോകുന്നോ എന്നുള്ള ആശങ്ക നമ്മൾ പറയാം. അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്, നിർത്തരുത് എന്ന ആവശ്യമാണ് നമ്മൾ ഈ യോഗത്തിലും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യപ്പെടാനേ പറ്റൂ. കാരണം തീരുമാനം വന്നത് ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ഭാഗമായി വരേണ്ടതാണ്. നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിൽ നമ്മളല്ലല്ലോ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അവിടെയാണല്ലോ ഇതിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ മിനിസ്റ്റേഴ്സ് പോലും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തെടുത്ത തീരുമാനം പോലും നടപ്പിലാക്കപ്പെടുന്നില്ല എന്നൊരു ആശങ്ക നമ്മളത് ഞാൻ പറയുമ്പോഴും ആവർത്തിക്കുന്നു. ഒരു ആ ഒരു ആശങ്കയിലേക്കാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പ്രതികരിച്ചതാണത്. ആ ഒരു ആശങ്കയിലേക്കാണോ എന്നുള്ളതാണ്. അത് നമ്മളിപ്പോഴും അത് ഇവരുടെ ശ്രദ്ധയിൽ പെടുത്തി നിർത്തരുത്, പുഴയിൽ തന്നെ സെർച്ച് നടത്തണം. പക്ഷെ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ആശങ്കയുണ്ട്. പുഴ തെളിയൽ ഇവിടെ ഒരു പ്രശ്നം നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പുഴ തെളിയ സെപ്റ്റംബറിലാണ് എന്നാണ്. ഇത് മാസം ജൂലൈ ആണ്.
സെപ്റ്റംബറിലാണ് പുഴ തെളിയാന്ന് പറഞ്ഞത്. അപ്പോൾ 4 ദിവസം കൊണ്ട് എന്ന് പറയുന്നതല്ലല്ലോ. നമ്മൾ എത്രയും ടെക്നോളജി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തേക്ക് കടന്നിരിക്കുന്ന കാലത്ത് ഒരു മാക്സിമം ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടത്. അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായിട്ട് വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആശങ്ക അറിയിച്ചത്. കണ്ടിന്യൂ ചെയ്യണമെന്ന് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. പക്ഷേ ഡിസിഷൻ അവരുടെ ഭാഗത്തു നിന്നാണ്. ആ നിലയിലാണ് അവരുടെ തീരുമാനം വരുന്നത്.